ഹായ് ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഭാഗ്യപരീക്ഷകൾക്കൊടുവിൽ അടുത്തൊരു വിന്നർ ആരാണെന്ന് അറിയാനുള്ള ഒരു സമയത്തിലേക്ക് കൂടി പുതിയൊരു എപ്പിസോഡ് നമ്മൾ എത്തിയിരിക്കുകയാണ്. സോ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് കളിക്കളത്തിലേക്ക് സ്വാഗതം. സോ ആരായിരിക്കും ഇന്ന് അറിവിൻ്റെ വേദിയിൽ ഭാഗ്യപരീക്ഷകൾക്കൊടുവിൽ സമ്മാനങ്ങൾ നേടുക അല്ലേ? സോ ആ കാത്തിരിപ്പിന് കൂടി വിരാമാകുന്നു. ഇന്ന് ആലുവയിൽ നിന്നുള്ള വിപിൻ ആൻഡ് കൃഷ്ണപ്രിയാണ് നമുക്കിപ്പം ജോയിൻ ചെയ്യുന്നത്. നമസ്കാരം, എൻ്റെ പേര് വിപിൻ എന്നാണ്. എൻ്റെ പേര് കൃഷ്ണപ്രിയ. ഞാൻ കോഴിക്കോട് സ്വദേശിയാണെങ്കിലും ആലുവയിലാണ് സെറ്റിൽ ആയിരിക്കുന്നത്. ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയിലെ സെയിൽസ് മാനേജറാണ്. ഞാനൊരു ഹോം ട്യൂട്ടറാണ്. ജീവിതത്തിലെ ഒരുപാട് ഭാഗ്യപരീക്ഷണങ്ങളിലൂടെ കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. സൂര്യ കോമഡിയിലെ ക്രാച്ച് ആൻഡ് വിൻ എന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്താണ് വെള്ളക്കെട്ട് പൂക്കളൊക്കെ ഇട്ട് തകർക്കള പരിപാടിയിൽ വന്നതാണ് അല്ലെ? ഉണ്ട്. സോ ആലുവയിൽ നിന്നാണ് വരവ്. ആലുവയിലാണെങ്കിൽ ഇഷ്ടം പോലെ സിനിമാക്കാരുള്ള നാട് കൂടിയാണ് അല്ലെ? ഇഷ്ടംപോലെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഗെയിം ഷോ ആണെങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഗെയിം ഷോ കൂടിയാണ്. അപ്പൊ അതിന്റെ അല്ലെ കുറെ കൂടി സിനിമയായിട്ട് ബന്ധവും ഇഷ്ടമൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ഉണ്ട്. യെസ്. അപ്പൊ എന്തായാലും കുറെ അധികം വിശേഷങ്ങളിലേക്ക് പോകാനുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് അല്ലെ ഇന്നത്തെ ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ പരീക്ഷിക്കാനുള്ള സമയം കൂടിയാണ്. സുസ്ഥാനങ്ങളിൽ നിന്നോളൂ പ്ലീസ്. 3 റൗണ്ടിലൂടെ പോവും. ആ 3 റൗണ്ടിലുകളിൽ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണങ്ങൾ കയറി ഇറങ്ങി ഒക്കെ പോയേക്കാം. ഓക്കെ, ആദ്യത്തെ റൗണ്ടിൽ 30 സെക്കൻഡ്സ് ആയിരിക്കും നിങ്ങൾക്കുള്ള സമയപരിധി. അപ്പൊ അതിൽ 2 ചോദ്യങ്ങൾ വരും. ആദ്യത്തെ 30 സെക്കൻഡ്സിൽ നിങ്ങൾ ഉത്തരം കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ ചോദ്യത്തിന് മുമ്പ് നിങ്ങൾക്ക് ഈ 15 കാർഡ്സിൽ ഒരെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ആയിരിക്കില്ല തരിക, നിങ്ങൾക്ക് എടുക്കാം. ആ കാർഡ് നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഉത്തരം ശരിയായി കഴിഞ്ഞാൽ സ്ക്രാച്ച് ചെയ്യാം. എമൗണ്ട് എത്രയാണോ നിങ്ങൾക്കാണ്. അതേപോലെ 3 റൗണ്ടിലായിട്ട് 6 സെക്ഷൻസ് നിങ്ങൾ പോകും. ഓക്കെ, അതിൽ ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് നിങ്ങൾക്ക് പ്രൈസ് മണി കിട്ടും. ഇനി അതിനിടയ്ക്ക് തന്നെ ഇത് ലെറ്റർ എന്താ പറയുക, ഡിജിറ്റൽ മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം തന്നെ അത് പൈസ പോവാനും ഇരട്ടിക്കാനുമുള്ള ഒക്കെ അവസരങ്ങളുണ്ട്. ഓൾ ഗോൺ ആയിട്ടാണെന്നുണ്ടെങ്കിലും ഡെവലപ്പ് ആയിട്ടാണെങ്കിലും ഒക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് പോകെ ഓരോ സെക്ഷൻസിലൂടെ പോവാം. അത് ഉറപ്പിച്ചു അല്ലേ? സോ കാർഡ് കയ്യിൽ വെച്ചോളൂ. ആൻഡ് ഉത്തരം ശരിയാവുമ്പോൾ മാത്രം സ്ക്രാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൻ വെച്ചോളൂ. ഓക്കെ, സിനിമകൾ പൊതുവെ കാണാറുണ്ടെന്ന് പറഞ്ഞു. എന്ത് സിനിമകൾ കുറച്ചുകൂടി കാണാൻ കൂടുതൽ ഇഷ്ടം? കൂടുതൽ കോമഡി, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, ഫാമിലി മൂവീസ് ആണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കാണാറുണ്ട് അല്ലെ? യെസ്. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പോവാണ്. മലയാള സിനിമയിലെ കുറെ അധികം പോലീസ് കഥാപാത്രമുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. സോ 30 സെക്കൻഡ്സിൽ നിങ്ങൾ പറയേണ്ടത് പോലീസ് കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള 5 സിനിമകളാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പെട്ടെന്ന് ആലോചിച്ച് പറഞ്ഞോളൂ. പോലീസ് കഥാപാത്രങ്ങളായി വന്നിട്ടുള്ള സിനിമകൾ. ക്രിസ്ത്യൻ ബ്രദേഴ്സ്. ഓക്കെ. കമ്മീഷണർ. യെസ്. കിങ് ആൻഡ് ദ കിങ്. ബുദ്ധിപരമായി നീക്കം. ഓക്കെ, യെസ്. 3. നാദിയ കൊല്ലപ്പെട്ട രാത്രി. യാ. FIR. കൂടി പോകുന്നുണ്ട്. അതിൽ ആ കമ്മീഷനോട് കിങ് ആൻഡ് കമ്മീഷൻ കാണിച്ചിട്ടുള്ള ബുദ്ധിയാണ് കറക്റ്റ് വന്നത്. അപ്പൊ സ്ക്രാച്ച് ചെയ്യണ്ടേ അല്ലേ? സോ അതിൽ ഓൾറെഡി എത്ര വേണം, എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത് അറിയാനുള്ള സമയം കൂടിയാണ്. തോന്നുന്നു. യെസ്. സോ ഫൈനലി എത്രയാ? 300. 300 അക്കാണ്. 300 രൂപയാണ്. സോ ഫസ്റ്റ് റൗണ്ടിൽ ഭയങ്കര ഈസി ആയിട്ട് കൂടെ അവരത് ട്രൈ ചെയ്തു, പോലീസ് മൂവീസ് എന്നുള്ള രീതിയിലേക്ക്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ കാർഡ് ഇവിടെ വെച്ചോളൂ. ഇതിന്റെ ഒപ്പം എമൗണ്ട് ഇങ്ങനെ കൂട്ടി വരണം. ഓക്കെ. പ്രൊഫഷണൽ ആയിട്ടാണെങ്കിലും എന്താ കുറെ കൂടി ചെയ്യുന്നതും ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസിൽ സെയിൽസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം ചെറിയ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ആളും ഭയങ്കര സപ്പോർട്ടീവാണ്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണ്, നല്ല കുക്കാണ്. അത് കുറച്ചുകൂടെ അല്ലേ, ഇവിടെ കൃഷ്ണപ്രിയക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ടുള്ള അതിലായിരിക്കും. കല്യാണത്തിന് മുമ്പ് അറിയായിരുന്നോ? ഇല്ല, കല്യാണം കഴിഞ്ഞാണ് അറിഞ്ഞത്. അറിഞ്ഞ മൊമെന്റിൽ എന്താ ഫീൽ ചെയ്തത്? എങ്ങനെയാ മനസ്സിലാക്കി നന്നായിട്ട്? ആരെങ്കിലൊക്കെ വീട്ടിൽ ഇപ്പൊ കോഴിക്കോടുകാരായോണ്ട് ഹസ്ബൻഡിന്റെ വീട് കോഴിക്കോടാണ്. അപ്പൊ ഓൾറെഡി അവര് സൽക്കാരപ്രിയരാണല്ലോ. അപ്പൊ ആരെങ്കിലും ഇപ്പൊ നമ്മുടെ ആര് വീട്ടിൽ വന്നാലും അവർക്ക് എന്ത് കൊടുക്കൂന്നുള്ളൊരു മൈൻഡാണ് ആൾക്ക്. അപ്പൊ എനിക്കാണെങ്കിൽ കുക്കിംഗ് ഒട്ടും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ഇഷ്ടമല്ല, ഫുഡ് കഴിക്കല് ഞാൻ കുറവാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം, ഞാൻ അങ്ങോട്ട് നോക്കാറേ ഇല്ല. അപ്പൊ പിന്നെ എനിക്ക് സുഖമായി. അപ്പൊ കുഴപ്പമില്ല, കറക്റ്റ് ആളെ തന്നെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ? അങ്ങനെ ഉണ്ടാക്കി തന്നതിൽ ഭയങ്കരമായിട്ട് ബോധിച്ചൊരു വിഷയം ഏതാണ് കോഴിക്കോട്ടുകാരന്റെ?
ബിരിയാണിയാണ് ആളുടെ ഫേവറേറ്റ്. ഏത് ടൈപ്പ് ബിരിയാണി ഉണ്ടാക്കും. ഓക്കെ. ഞാൻ നോൺ വെജ് അങ്ങനെ അധികം കഴിക്കില്ല. വീട്ടിലങ്ങനെ ഞങ്ങൾ വെജ് ആണ് കൂടുതലും. അപ്പോൾ ആളുടെ വീട്ടിൽ പോയ ശേഷമാണ് ഞാൻ നോൺ വെജ് കഴിച്ചാൽ തുടങ്ങിയത്. വെജ് ഇഷ്ടമുള്ള ഒരാളെ ബിരിയാണി തീറ്റിച്ച ഒരാളാണ്. ചിക്കൻ ബിരിയാണി അല്ലേ? ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തോന്നിയിട്ടുണ്ടാവും വെജ് ആയാൽ മതിയായിരുന്നു എന്നുള്ളത്. അവിടെ പറഞ്ഞു ഹെൽപ്പിലാണ്. ഇവിടെ ഞാൻ പ്രൊഫഷണൽ ടീച്ചറാണ്. ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ എന്നിട്ട് ഞാൻ ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട് സ്വന്തമായിട്ട്. ഓക്കെ, അടിപൊളിയായിട്ട് പോകുന്നു. അപ്പൊ രണ്ടുപേരിലും കലയുണ്ട്, അപ്പം അല്ലെ ഒരു അധ്യാപക ട്രാക്ക് കൂടെ സംഭവം അല്ലെ കൂടിയുണ്ട് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും 300 റുപ്പിയിലൂടെ തന്നെ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്വസ്റ്റിനോട്ട് പോയാലോ? റെഡി. സോ 30 സെക്കൻഡ്സ് തന്നെയാണ്. സമയപരിധിക്ക് മാറ്റമൊന്നുമില്ല. അപ്പൊ ഒന്നിന് മുമ്പ് എന്ത് വേണം? സ്ക്രാച്ച് കാർഡ് വേണം അല്ലേ? യെസ്, അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അതെ, ഇത്തവണ എന്റെ വൈഫിന് കൊടുത്തു അല്ലേ? കയ്യിൽ വെച്ചോളൂ. നമുക്കത് സ്ക്രാച്ച് ചെയ്യാൻ പറ്റട്ടെ. കാരണം സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കും പോകാൻ സാധ്യതയുണ്ട് അല്ലെ, ഉത്തരം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ പോയാലോ? സോ അടുത്ത ചോദ്യം, മലയാള സിനിമയിലെ കുറെ അധികം രണ്ടാം ഭാഗ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. അത്തരത്തിൽ 5 രണ്ടാം ഭാഗം വന്നിട്ടുള്ള മലയാള സിനിമകളാണ് 30 സെക്കൻഡിൽ വരേണ്ടത്. സോ യുവർ ടൈം സ്റ്റാർട്ട് നൗ. ദൃശ്യം 2. ഓക്കെ. ഹരിനഗർ. കിങ് ആൻഡ് കമ്മീഷൻ. അത് രണ്ടിലും വന്നില്ല പറയണല്ലേ? ഓക്കെ, 3. 2 കൂടി വേണം. സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാന്താര 2. ഏതാണ്? മലയാളം സിനിമയാണോ? അത് മൊഴിമാറ്റമാണ്. സോ പെട്ടെന്ന് വരണം. സമയം പോയിക്കൊണ്ടിരിക്കുന്നു. 5 സെക്കൻഡ്സ് കൂടി ഉള്ളൂ. സോ 5, 4, 3, 2, 1. നൈസായിട്ട് അവിടേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും അല്ലെ 3 സിനിമ വരെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പക്ഷെ എവിടേക്കോ ആലോചിച്ച് വന്നിട്ട് സ്റ്റക്കായി പോയതാണോ? കുറെ സിനിമകൾ അല്ലെ പോയിട്ടുണ്ട്. ഫസ്റ്റ് ചോദ്യത്തിൽ കുറെ മൂവി വന്നു, പക്ഷെ പെട്ടെന്ന് മൈൻഡ് ഔട്ട് പറഞ്ഞു തുടങ്ങുമ്പോൾ മൈൻഡ് ഔട്ട് ആയി പോയി. കുഴപ്പമില്ല, നമുക്ക് ഫസ്റ്റ് റൗണ്ട് ആയിട്ടല്ലേ ഉള്ളൂ. നമുക്ക് ഇനി കുറെ അധികം വരാനുണ്ട്. അപ്പൊ ഇനി നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി കാർഡ് ഉണ്ട്. ഓക്കെ. സോ ഈ കാർഡ് സാധാരണ സ്ക്രാച്ച് ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത റൗണ്ട് വരുമ്പോൾ ഞാൻ പുതിയ കാർഡ് തന്നേനെ. സോ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കൂടെ ഞാൻ തരാം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ കാർഡ് കീപ്പ് ചെയ്യാം. ഓക്കെ. എന്നിട്ട് അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ പിന്നെ കാർഡ് സെലക്ട് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് വിൻ ചെയ്യുമ്പോൾ ഉത്തരം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ സ്ക്രാച്ച് ചെയ്യാം. ആ കാർഡിൽ നിങ്ങൾ കുറെ കൂടി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലാത്ത പക്ഷം ഇതിൽ ഭാഗ്യമില്ല, ഉത്തരം കിട്ടിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്ക്രാച്ച് കാർഡ് മാറ്റാം. അടുത്ത റൗണ്ടിലേക്ക് വേറെ കാർഡ് തരാം. എന്ത് വേണം? ഈ കാർഡുമായി മുന്നോട്ട് പോകണോ? അടുത്ത കാർഡ് വേണോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ണും തമ്മില് എന്ത് വേണം? ഈ കാർഡായിട്ട് മുന്നോട്ട് പോവാം അല്ലെ. ഉത്തരം കിട്ടിയില്ല എന്ന് വെച്ചിട്ട് അതിനെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അടിപൊളി. അപ്പൊ എന്തായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ അവർ ആദ്യത്തെ ചോദ്യത്തിന് മാത്രമാണ് ഉത്തരം നൽകിയത്. പക്ഷെ ആ ഉത്തരത്തിൽ തന്നെ 300 രൂപ അവരുടെ കയ്യിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ രണ്ടാമത്തെ ഉത്തരം എവിടേക്കോ സമയത്തിനുള്ളിൽ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ അടുത്ത റൗണ്ടിൽ അവരുടെ ഒരു കംബാക്ക് പ്രതീക്ഷിക്കാം അല്ലെ? വരും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ കംബാക്ക് ആണ്. പക്ഷെ അതിന് മുമ്പായിട്ടൊരു ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് ആൻഡ് വിൻ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് 300 റുപ്പിയായിട്ട് ഇങ്ങനെ അല്ലെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് രണ്ടുപേരും, വിപിൻ ആൻഡ് കൃഷ്ണപ്രിയ. സോ സെക്കൻഡ് റൗണ്ട് റെഡിയാണോ? ഉണ്ട്. സോ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരാളിന് എൻ്റെ അടുത്തോട്ട് വരും. ഓക്കെ. ഇനി ഒരാൾ മാത്രമായിരിക്കും നിങ്ങൾക്കുള്ള ക്ലൂ തരിക. സോ ഒരു മൂവി ഡയലോഗ് ആയിരിക്കും. ആ മൂവി ഡയലോഗിൽ കേട്ടിട്ട് ഏതാണ് മൂവി എന്ന് ഗസ് ചെയ്യണം. സോ ഗസ് ദ മൂവി റൗണ്ട് ആണ്. അപ്പൊ ആരാ ആദ്യം വരുന്നതെന്നുള്ളത് തീരുമാനിക്കുക. അതിന് മുമ്പായിട്ട് ഞാൻ കാർഡ് തരാം. റെഡി? യെസ്. കാർഡ് ഓൾറെഡി ഉണ്ടല്ലോ അല്ലെ? യെസ്, അത് ഞാൻ വിട്ടുപോയി. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു കാർഡ് നിങ്ങൾക്ക് തരേണ്ടതില്ല. അപ്പൊ ഒരാൾ തീരുമാനിക്കാം ആര് വരണം. ഇത് എന്തായാലും രണ്ടുപേരും വരണം. ആരാദ്യം വരണം വേണമെന്നുണ്ടെങ്കിൽ കൃഷ്ണപ്രിയ. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് വന്നോടുന്ന ആഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഉണ്ടോ? ബെറ്റർ. യെസ് യെസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിലെ 30 സെക്കൻഡ്സ് ആയിരുന്നു നിങ്ങൾക്ക് സമയപരിധിയെങ്കിൽ ഈ റൗണ്ടിലോട്ട് വരുമ്പോൾ അത് 1 മിനിറ്റ് ആയിട്ട് കൂടും. ഓക്കെ. സോ 1 മിനിറ്റിനുള്ളിൽ പറഞ്ഞാൽ മതി. പക്ഷെ ആ മൂവി ഡയലോഗ് പറയുമ്പോൾ അറിയാതെ പോലുള്ള അല്ലെ ഐ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ എലിപ്റ്റിങ്ങിലോ ഒന്നും ആ സിനിമ ഒന്നും ക്ലൂ കൊടുക്കരുത്. ആ ഡയലോഗിൽ തന്നെ ക്യാച്ച് ചെയ്യണം. റെഡി? യെസ്. അപ്പോൾ ഞാൻ ഡയലോഗ് തരട്ടെ? ഞാൻ വായിച്ചോളൂ. പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ സമയം പറയും. അപ്പൊ മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ? റെഡി? സോ വിപിൻ റെഡി ആണല്ലോ? ഇവിടെ ഡയലോഗ് പറയും. ആ ഡയലോഗ് പറഞ്ഞ് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് മൂവി ഗസ് ചെയ്യാന്നുള്ളതാണ്. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തമ്പി സാർ വേണ്ടെന്ന് പലവട്ടം പറഞ്ഞതാ. കഴിച്ചില്ലെങ്കിൽ സദ്യക്ക് ഞാൻ പായസം വിളമ്പൂലെന്ന് പറഞ്ഞപ്പോഴാ പാവം അദ്ദേഹം കഴിച്ചത്. ഇന്നസെന്റ് കല്യാണരാമൻ. ടൈം തുടങ്ങുന്നേക്കാൾ മുമ്പ് ഫുഡ് റിലേറ്റഡ് എന്ത് വന്നു കഴിഞ്ഞാലും വിപിൻ മലത്തി അടിക്കും. അല്ല, എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ മെയിൻലി കോമഡി വീഡിയോസ് കാണും.
പ്രത്യേകിച്ച് ഇന്നസെന്റ് ആ ഒരു കോസ്റ്റ്, പിന്നെ അതുപോലുള്ള എല്ലാ ചെറിയ ചെറിയ കട്ടിങ്സ് ആണ് കാണാം കൂടുതലായിട്ട് ഞങ്ങൾ എന്താണ് വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ. അപ്പൊ ഈ ഒരു ഡയലോഗ് ഒക്കെ പറഞ്ഞാൽ എപ്പോഴും ഓർമ്മയുള്ള ഡയലോഗാണ്. എനിക്ക് ആ ചോദ്യം പകുതി ആവുമ്പോഴേക്ക് തന്നെ ഡയലോഗ് പറയുമ്പോഴേക്ക് തന്നെ വിപിനോട് ചെയ്തു പോകുന്നത്. കാരണം എനിക്ക് ഉത്തരം കിട്ടും, പിന്നെ പേപ്പർ കിട്ടുമ്പോഴേക്ക് ഇത് ഭയങ്കരമായിട്ട് ഈസി ആയ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറഞ്ഞ പോലെ. കാരണം 2 ദിവസം മുമ്പ് ഞങ്ങൾ അത് കണ്ടിട്ടേ ഉള്ളൂ. എന്താണ് മറ്റേ അച്ഛനും അമ്മയുടെയും ഒരു സ്നേഹം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ റൗണ്ടിലെ ശരിക്കും സമയം കൂട്ടല്ല വേണ്ടിയിരുന്നത്, കുറയ്ക്കായിരുന്നു വേണ്ടത്. കാരണം ഇത് വിപിന് വിഷയമല്ല അല്ലെ? യെസ്, സോ കൺഗ്രാറ്റുലേഷൻ. അപ്പൊ ഇതിവിടെ വെച്ചോളൂ ആൻഡ് അങ്ങോട്ട് വന്ന് നമുക്ക് സ്ക്രാച്ച് ചെയ്യാം. ഓക്കെ, ഓക്കെ 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 തെളിഞ്ഞു വരുന്നുണ്ട്. നേരത്തെ പോലീസ് സിനിമകളെ പറ്റി പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു. സോ 100 ആണ്, 100 ആയി അല്ലെ? സോ പോലീസിനെ വിളിക്കാനുള്ള നമ്പർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്. 100 രൂപയാണ്. സോ 300 + 100 400 ആണ് അല്ലെ? രണ്ടാമത്തെ റൗണ്ടിലെ ആദ്യത്തെ അറ്റംപ്റ്റില്. പക്ഷെ ഇനി ഇരിക്കുകയാണ് അല്ലെ? വലിയ അക്കങ്ങൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് നിങ്ങൾ എങ്ങനെ സെലക്ട് ചെയ്യുന്നു അനുസരിച്ചിരിക്കും. ഓക്കെ, യെസ്. സോ അപ്പോ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും അടുത്ത അറ്റംപ്റ്റിൽ പോണം. ഇനി ഇവിടെ ഉത്തരം പറഞ്ഞു. ഇനി അടുത്തത് ബിബിന്റെ അല്ലെ അഭിനയ മുഹൂർത്തം കാണാൻ പോലുള്ള സമയം കൂടിയാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഞാൻ കാർഡ് തരണ്ടേ? നേരത്തെ ഓൾറെഡി കാർഡ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ എടുത്തത് കീപ്പ് ചെയ്തിരുന്നു. സോ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. ഉറപ്പിച്ചെങ്കിൽ ബെല്ല കാർഡ് വെച്ചോളൂ. എന്നിട്ട് ബിബിൻ ഇങ്ങോട്ട് വന്നോളൂ. അപ്പൊ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി നേരത്തെ പറഞ്ഞപ്പോ പറയുമ്പോ തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ഭയങ്കരമായിട്ട് അഭിനയിച്ച് കാണിക്കുന്നുള്ളത്. പ്രത്യേകിച്ച് റീലൊക്കെ ചെയ്തിട്ട് അല്ലെ കോണ്ടന്റ് ക്രിയേഷൻ ഒക്കെ നടത്തി ഭംഗിയായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഡയലോഗിന്റെ ഒപ്പം വേണമെങ്കിൽ കുറച്ച് ആക്ഷൻ ഒക്കെ ആവാം അല്ലെ? വേണ്ടേ? വേണം. ഡയലോഗ് മാത്രം. ഓക്കെ, വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയുന്നതിന് മുമ്പായിട്ട് സമയം തരാം. ഓക്കെ ആണോ? ഓക്കെ, നോക്കി വായിക്കാം, പ്രശ്നമൊന്നുമില്ല. റെഡി? കൃഷ്ണപ്രിയ റെഡി ആണോ? തുടങ്ങല്ലേ സമയം? സോ 3, 2, 1 ഹിയർ വി ഗോ. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധിത അന്ത്യകർമ്മം ചെയ്യുന്നത്. ഞാൻ ഇത് തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തിനു വേണ്ടിട്ടായിരുന്നു? ഞാൻ പറഞ്ഞോട്ടെ എന്നുള്ളതാണോ അത് കിട്ടിയെന്നുള്ള ഇതിലേക്കാണോ? ആണ്, സംസാരിച്ചോട്ടെ എന്നുള്ളൂ. കുറച്ചുകൂടെ കേൾക്കുന്നുണ്ടോ? ഉണ്ട്, വേണോ? പക്ഷെ എനിക്കുണ്ട്. ഓക്കെ, കുറച്ചുകൂടെ ഒരു എന്നുള്ള രീതിയിലേക്ക് ഡയലോഗ് അടിച്ച്. പവിത്ര, ഒരു മകന്റെ ധർമ്മമാണ് അച്ഛന് യഥാവിധി അന്ത്യധർമ്മം ചെയ്യുന്നതെന്ന്. പകുതി വരെ ഓക്കെ നിൽക്കുന്നു. അപ്പൊ എന്തായാലും നേരത്തെ ബിബിന്റെ അടുത്ത് പറഞ്ഞാൽ ഇപ്പോഴും കൃഷ്ണപ്രിയക്കും പറയാനുള്ളത്, നമുക്ക് ഓൾറെഡി 1 മിനിറ്റ് അനുവദിച്ചിട്ടും 9 സെക്കൻഡ്സിലാണ് നമുക്ക് ഓൾറെഡി ഉത്തരം നൽകിയത്. സോ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, യാ. അപ്പൊ എന്തായാലും അത് സ്ക്രാച്ച് ചെയ്യണ്ടേ? സ്ക്രാച്ച് ചെയ്യൂ. ഓൾറെഡി 400 ആണ് നമുക്ക് രണ്ടാമത്തെ റൗണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് സെഗ്മെന്റ് കഴിയുന്ന സമയത്ത് നമുക്കുള്ളത്. അപ്പൊ എന്തായാലും ഇതിൽ എന്തായിരിക്കും കിട്ടുന്നത്? അതോ കിട്ടിയത് പോവോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. പകുതി വിസിബിൾ ആയിട്ട് വരുന്നുണ്ട്. സോ അതിന് മുകളിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഗോൺ കണ്ടപ്പോ തന്നെ അവർ വിചാരിച്ചു മൊത്തം പോയി എന്നുള്ളത്. പക്ഷെ മൊത്തം പോയിട്ടില്ല, ഹാഫ് ഗോൺ ആണ്. സോ 400 റുപ്പിയാണ്. സോ 200 പോവും, ബാലൻസ് 200 റുപ്പിയാണ് കിട്ടുക. അപ്പൊ 200 രൂപ ഓൾറെഡി രണ്ടാമത്തെ റൗണ്ടിൽ കഴിയുമ്പോൾ കിട്ടുന്നത്. പക്ഷെ മൊത്തം പോയിട്ടില്ല. മൊത്തം പോയിന്ന് പെട്ടെന്ന് വിചാരിച്ചില്ലേ? ഇല്ല, അപ്പൊ മൊത്തം പോയിട്ടില്ല. സോ ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ എന്തായാലും എനിക്കൊന്നും ഇതാണ് പറഞ്ഞത്, നമ്മള് മുഴുവൻ കൂടി ശ്രമിക്കാതെ ആദ്യമേ തന്നെ മുൻവിധിയിൽ എത്തരുതെന്നുള്ളത്. പക്ഷെ മൊത്തം പോയി എന്നുള്ള ചിന്തയിൽ നിന്ന് പകുതി മാത്രമേ പോയിട്ടുള്ളൂ. അപ്പൊ അടുത്ത റൗണ്ടിൽ അല്ലെ നമുക്കത് എല്ലാ രീതിയിലേക്കുള്ള ഒരു കംബാക്ക് അല്ലെ, സ്ട്രോങ് ആയിട്ടുള്ള കംബാക്ക് നടത്താനുള്ള സമയമാണ്. പക്ഷെ അത് കുറച്ചുകൂടെ കംബാക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി അല്ലെ ഇത്രയും കാലമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പൊ രണ്ടൊരു പാട്ടൊക്കെ ആവാം അല്ലെ? പറഞ്ഞ വഴിക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട്. അപ്പൊ കൂട്ടത്തിലെ സിംഗർ എവിടെയാണ്? ആണോ? അത് യെസ്. അപ്പൊ ടീച്ചറെ പഠിക്കോളൂ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം, കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. സൂപ്പർ, കൊള്ളാം. അപ്പൊ അല്ലെ എനിക്ക് തോന്നുന്നു കുറച്ച് ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. നല്ല പാട്ടുകളൊക്കെ കിട്ടുന്നുണ്ടല്ലേ? പാട്ട് പഠിച്ചിട്ടുണ്ട്. ആഹാ,
പണ്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു ഇതിനൊക്കെ ചെറിയ പ്രോഗ്രാമിനൊക്കെ. ഓക്കെ 7ാം ക്ലാസ്സിന് ശേഷം പിന്നെ ആള് നിർത്തി. ഓക്കെ പ്രൊഫഷണൽ ആയിട്ട് അല്ലേ സിംഗർ ആയിട്ട് പോയിരുന്നത്. പിന്നെ എന്ത് പറ്റി? ടീച്ചറായിട്ട് ആയതുകൊണ്ടാണോ? അങ്ങനെയല്ല, 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് കുറച്ചും കൂടി സ്റ്റഡീസ് അങ്ങനെ, അതുകൊണ്ട് ഞാൻ 10th ആയപ്പോഴേക്കും ഫുള്ളി ക്ലോസ് ചെയ്തു. മാറി. പിന്നെ അവിടെ നിന്ന് ബുജിയായി അല്ലേ? പിന്നെ പഠിപ്പിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തു ബുദ്ധിയൊന്നല്ല. അല്ല. അപ്പൊ എന്തായാലും പകുതി പോയതിന്റെ നഷ്ടത്തിന്റെ വിഷമമുണ്ട്, എന്നാൽ പകുതിയേ പോയുള്ളൂ എന്നുള്ളതിന്റെ ഒരു സന്തോഷമുണ്ട്. സോ അപ്പൊ എന്തായാലും കം ബാക്ക് സ്ട്രോങ് ആയിട്ട് തന്നെ അടുത്ത റൗണ്ടിൽ കാണും. അപ്പൊ ആ തിരിച്ചുവരെ നമുക്ക് കാണാം ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു സ്ക്രാച്ച് വിൻ. അങ്ങനെ നമ്മുടെ 3rd റൗണ്ട് അങ്ങനെ നമ്മൾ കിടക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കം ബാക്ക് അല്ലെ രണ്ടുപേരെ ഭാഗത്തും കാണുന്ന പ്രതീക്ഷയുണ്ട്. ആ കം ബാക്കിന് വേണ്ടിയിട്ട് കളത്തിലെ നമുക്ക് പുതിയൊരു അല്ലെ പ്രോപ്പർട്ടി കൂടി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇനി നിങ്ങളുടെ ഉത്തരവായിട്ട് വരുന്നത് ഈ വരയിൽ നിന്നാണ്. അപ്പോൾ പങ്കാളി എത്രത്തോളം ഭംഗിയായിട്ട് വരയ്ക്കുന്നു ആ വരയ്ക്കനുസരിച്ച് നിങ്ങളുടെ ഉത്തരത്തേക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, സമയം 1 മിനിറ്റ് തന്നെയായിരിക്കും. റെഡി? സോ ആരാ ആദ്യം വരും തീരുമാനിച്ചോളൂ. ആ തീരുമാനത്തിന് മുമ്പായിട്ട് ഞാൻ കാർഡുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അപ്പൊ കാർഡ് റെഡിയാണ്. സോ ഇനി ആരാണ് എന്റെ അടുത്തേക്ക് ആദ്യം വരുന്നതെന്ന് തീരുമാനിക്കാം. വെൽക്കം. വാക്കാൽ അറിയാതെ വരരുത്, ചുണ്ടനക്കം വരരുത്. ഓക്കെ, കിട്ടിയല്ലോ. ആൻഡ് ഞാൻ അങ്ങോട്ട് പോവും, ഒപ്പം നിൽക്കും. സമയം പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വരച്ചു തുടങ്ങേണ്ടത്. റെഡി? യെസ്. സോ വിപിൻ റെഡിയാണോ? സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സമയം മെല്ലെ 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ അതിഗംഭീര ആത്മവിശ്വാസത്തിന്റെ അങ്ങ് പീക്കിലാണ് വര വന്നുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബിൽഡിംഗ് ആയിട്ടാണ് തോന്നുന്നത്. ഓൾറെഡി നമുക്ക് പകുതി സമയം കഴിഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒന്നുകൂടെ വിപിൻ ബ്രോ ക്ലൂ കൊടുക്കാവുന്നതാണ്. ഭംഗിയായിട്ടൊരു ബിൽഡിംഗ് വരച്ചിട്ടുണ്ട്. പക്ഷെ ആ ബിൽഡിംഗ് എന്താണ് എന്നനുസരിച്ചിരിക്കും. നമ്മൾ അവസാന സമയത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിപരമായ നീക്കം. യെസ്. സെക്കൻഡ് റൗണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. യെസ്. സോ 5 4 3 2 എന്തെങ്കിലും കേസ് ചെയ്തോളൂ. 1. താങ്ക്സ്. ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ് അല്ല. വിപിൻ, താങ്കൾ വല്ലാത്തൊരു ബുദ്ധിജീവിയാണെന്നുള്ളത്. ഞാനിത് എങ്ങനെയാലും എഴുതരുത്, പേര് എഴുതരുതെന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ ആ പേര് കണക്ട് ചെയ്യാൻ എന്താ ഭംഗിയായിട്ട് വരച്ചു. അതിനേക്കാൾ ഉപരിയായിട്ട് ആ സിനിമയുടെ പേര് കേൾക്കും എന്നോട് വരച്ചത് ഗംഭീരായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ വിപിൻ, പേരേതായിരുന്നു? ലോഡ്ജ് വരെ മനുഷ്യൻ എഴുതി വെച്ചു. ഇത്ര ഭംഗിയായിട്ട് ലോഡ്ജ് വരച്ചു. സോ നല്ല വര. ആ വരയ്ക്കൊരു കൈയടി. പക്ഷെ നമുക്ക് പ്രൈസ് മണി അല്ലെ സ്ക്രാച്ച് ചെയ്തിട്ട് അത് പ്രൈസ് തരാനുള്ള നിർവാഹമില്ല. കാരണം ഓൾറെഡി നമുക്ക് ഉത്തരം എവിടുന്ന് ടീച്ചറുടെ സൈഡിൽ നിന്ന് വരുന്നായിരുന്നു. അപ്പോ എന്ത് വേണം? ആ കാർഡ് കീപ്പ് ചെയ്യണോ അതല്ലെങ്കിൽ അടുത്ത കാർഡ് തരണോ? കീപ്പ് ചെയ്യാം. സോ അപ്പൊ ഇനി ടീച്ചർ ഇങ്ങോട്ട് വരണം. ടീച്ചർ ഒരുപാട് പ്രാവശ്യം അല്ലെ ബോർഡൊക്കെ കൈകാര്യം ചെയ്താണ്. അപ്പൊ ഇനി തരട്ടെ? വായിച്ചല്ലോ. അപ്പൊ ഞാൻ എന്തായാലും ക്ലാസ് റൂമിൽ ഉണ്ടാവും ബിബിന്റെ ഒപ്പം. റെഡി? സോ ടൈം തരട്ടെ? ഏകദേശം ഒരു ധാരണയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓൾറെഡി കയ്യൊക്കെ വെച്ച് കാളൊക്കെ വരയ്ക്കുന്ന പോലെയാണല്ലോ. ഓക്കെ, വളരെ ഈസി ആയിട്ട് കൈയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഗസ് ഉണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. കൈ കഴിഞ്ഞിട്ട് എന്തൊക്കെ ഫീൽ ചെയ്യുന്നത്? കയ്യെത്താ ദൂരത്ത് അതിലതിനെ ഒന്നും വരച്ചില്ലല്ലോ അവിടെ. ആ കയ്യെത്തും ദൂരത്ത്. ആ കഴിഞ്ഞോ? കയ്യെത്തും ദൂരത്ത്. പറയൂ, ഉറപ്പിച്ചു പറയൂ. കയ്യെത്തും ദൂരത്ത്. നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല. കയ്യെത്താൻ ദൂരത്ത് കണ്ടിട്ടാണ്. സോ ഇതിലേതാ? കയ്യെത്തും ദൂരത്ത് ആണോ? ആണ്. അപ്പൊ എന്തായാലും ഫൈനലി അല്ലെ വിൻ ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ വര ഗംഭീര. കൈ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കുള്ളത് പിള്ളേര് കോയിൻ വെച്ചിട്ട് മാപ്പ് വരച്ച പ്രശ്നം. നിങ്ങൾ ടീച്ചർമാർക്ക് കൈ വെച്ച് വരച്ച പ്രശ്നമില്ല അല്ലെ? യെസ്. അപ്പൊ അറിയാം പ്ലീസ്.
ഓക്കെ, അപ്പൊ ഇനി എന്തായാലും അത് സ്ക്രാച്ച് ചെയ്യാലോ അല്ലേ? ഓക്കെ, ലെറ്റർ ആണ് അക്കാണോ? അക്കാണ്. അക്കോൺ അടിച്ചതിന്റെ വിഷമം എപ്പോഴും ഉണ്ട് അവിടെ. തെളിഞ്ഞു വരുന്നുണ്ട് അല്ലേ? യാ, ഫൈനലി അല്ലേ, ഒരു 3 കൂടി കിട്ടിയിട്ടുണ്ട്. സോ എത്രയാ? 750 ആണ്. ആൻഡ് ഫസ്റ്റ് റൗണ്ടിലെ ഒരു 400 വരെ കിട്ടിയതായിരുന്നു. ഹാഫ് ഗോണിലെ പകുതി പോയായിരുന്നു. and ബാക്കി 200 രൂപയായിരുന്നു. 200 plus 750 950. സോ കൺഗ്രാറ്റുലേഷൻസ്. സോ ഇത് കീപ്പ് ചെയ്തോളൂ. 950 പ്രൈസ് മണി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സ്വന്തമാണ്. പക്ഷെ അതിനൊപ്പം തന്നെ സൂര്യ കോമഡിയെ കുറിച്ച് സ്പെഷ്യൽ ഗിഫ്റ്റ്സ് കൂടെ തന്നോട്ടെ. റെഡി? സോ ദ ഫസ്റ്റ് ഗിഫ്റ്റ് റെഡിയാണ്. സോ നാസ് കോസ്മെറ്റിക്സ് കാലിക്കറ്റിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ആരോഗ്യമായ ജീവിതത്തിന് ശുദ്ധമായിട്ടുള്ള കറി പൗഡറുകൾ ഗൗരി ഗായത്രി ഫുഡ് പ്രൊഡക്ട്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. കലർപ്പില്ലാത്ത തനി നാടൻ രുചിക്കൂട്ടുകൾക്ക് KM ടേസ്റ്റി പ്ലസിന്റെ ഫുഡ്സിന്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. അവൈലബിൾ ഇൻ ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്. യാതൊരുവിധ കെമിക്കൽസും ചേർക്കാത്ത നിസാമ ഫുഡ്സിന്റെ കഫേ സ്പെഷ്യൽ പാഷൻ ഫ്രൂട്ട് പൾപ്പാണ്. സോ നിങ്ങൾക്ക് ജ്യൂസോ മൊയ്റ്റോസോ ഷേക്സോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല എറണാകുളം ആണെങ്കിലും തൃശ്ശൂർ, കാലിക്കറ്റ് ഒക്കെ ജില്ലകളിലുള്ളവർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ എന്തായാലും കുറെ അധികം വിശേഷങ്ങൾ അറിയാൻ പറ്റി. അതിനേക്കാൾ ഉപരിയായിട്ട് ഭാഗ്യ പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് പോയി ബിബിൻ, കൃഷ്ണപ്രിയ. അപ്പൊ പുതിയ വിശേഷങ്ങൾ ഇനി അടുത്ത അംഗത്തിൽ ആരൊക്കെ കാണാമെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുവരേക്കും ഒരു ബൈ ബൈ.